ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു വയർ ബോർഡാണ്. കാരണം നമ്മൾ സിസ്റ്റത്തിന് കമ്പ്യൂട്ടറിന് വേണ്ടി ഉണ്ടാക്കുകയാണ്. നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ കൂടുതൽ ലൈഫ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. ഇതിൽ നമ്മൾ ഒരു പ്ലഗ് ബോക്സ് മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 3 പ്ലഗ് പോയിൻറ്റും 2 സ്വിച്ചും അടങ്ങുന്നത്. ഇത് പ്രസ്സിങ് ടൈപ്പാണ്, ഞാൻ ഇപ്പോൾ ഇട്ടതാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിൽ പ്രസ്സാവും. പിന്നെ അതുപോലെ തന്നെ രണ്ട് വയറുകൾ, ഒരു ബ്ലൂ വയറും ഒരു ഗ്രീൻ വയറുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പഴയ ഒരു മെഷീൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നതാണ്, ഒരു വയർ ഉണ്ടായിരുന്നതാണ്. അത് മുന്നേ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാനത് ഇവിടെ നമുക്ക് ഈ വയർ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാണ്. പിന്നെ നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന കത്തികൾ, പിന്നെ 2 സ്ക്രൂ ഡ്രൈവർ. ഒരു മെയിൻ വയർ പോകുന്നതിന് വേണ്ടിയിട്ട്, നമ്മളെ മെയിൻ വയർ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് മെയിൻ വയർ ഇതിലൂടെ എടുക്കാം. ഞാൻ എടുത്ത പോലത്തെ ഇങ്ങനത്തെ വയറാണ് എടുക്കുന്നതെങ്കിൽ, റെഡിമെയ്ഡ് വയറാണ് എടുക്കുന്നതെങ്കിൽ, ഈ ഓരോ പിന്നിൻ്റെയും ഈ മൂന്ന് വയറുകൾ തമ്മിലുള്ള ഈ മൂന്ന് പിന്നുകളും തമ്മിലുള്ള കണ്ടിന്യൂറ്റി കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതായത് ഈ ഗ്രേ കളറിൻ്റെ പിന്നാണോ ഇതാണോ ഗ്രീൻ, ഇതാണോ ബ്ലൂ, അങ്ങനെ അത് എന്താ പറയുക, കണ്ടിന്യൂറ്റി നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ റോങ് ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിലാണ് ഫേസ് വരിക, ഇതിലാണ് ന്യൂട്രൽ, ഇവിടെയാണ് എർത്ത് വരിക. ഇങ്ങനെയാണ് നമ്മളിത് ക്രമീകരിക്കേണ്ടത്. ഇതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ ഫേസ് ഇതും, ന്യൂട്രൽ ഇതും, എർത്ത് ഇതുമാണ് വരുന്നത് കേട്ടോ. നമ്മളിതിൽ ഏതെങ്കിലും ഒരു സ്വിച്ചിലേക്കാണ് നമ്മൾ മുകൾ വശത്തേക്കാണ് ഫേസ് കണക്ഷൻ കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവ തമ്മിൽ കണക്ട് ചെയ്യണം. ഫേസുകൾ മുകളിൽ 2 ഫേസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വയർ കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ വയർ ബോർഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം കേട്ടോ. ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഈ ഫേസ് നേരെ സ്വിച്ചിൻ്റെ മുകൾ വശത്തേക്ക് കൊടുത്തു വന്നിട്ട് ഈ സ്വിച്ചിലേക്ക് ഫേസ് കണക്ഷൻ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ സ്വിച്ചിൽ നിന്ന് ഈ പ്ലഗുകളിലേക്കുള്ള ഫേസ് കണക്ഷൻ കൊടുക്കാം. ചില ആളുകൾ കമ്പിയൊക്കെയാണ് ഇങ്ങനത്തെ ലൈനുകൾ കൊടുത്തിട്ട് കണ്ടിട്ടുള്ളത്. നമുക്ക് ഏറ്റവും നല്ലത് വയറിനെയാണ്, കോപ്പർ വയറിനെയാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ഏരിയ വരുന്ന അവിടെ കുറച്ച് സ്ലീവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫുൾ ലൈന് കഴിഞ്ഞു. നമ്മൾ പ്ലഗിൽ നിന്ന് വരുന്ന ഇതിലൂടെയാണ്, അതായത് റൈറ്റ് സൈഡിൽ ഈ പിന്നിലൂടെയാണ് നമുക്ക് ഫേസ് കിട്ടുന്നത്. ആ ഫേസ് ലൈന് ഞാൻ മൾട്ടിമീറ്റർ വെച്ച് നോക്കി കണ്ടിന്യൂറ്റി നോക്കിയിട്ട് നമ്മൾ ഈ ലൈനിൽ നമുക്ക് ഈ ഗ്രേ കളർ വയറാണ് ഇതിൻ്റെ ഫേസ് ലൈന്. ആ ഫേസ് ലൈൻ നമ്മൾ സ്വിച്ചിൻ്റെ മുകൾ വശത്തേക്ക് കൊടുത്തു, ഡയറക്റ്റായിട്ട് കൊടുത്തിട്ട് 2 സ്വിച്ചിലേക്കും കൊടുത്തു. ആ 2 സ്വിച്ചിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ട്, ഇതിലിപ്പോൾ ഫേസ് വന്ന് നിന്നാലാണ് നമുക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് കറണ്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിൽ ഫേസ് കൊടുന്ന് വെച്ചു. അതിന് ശേഷം സ്വിച്ചിലേക്കുള്ള കണക്ഷനിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്തിട്ട് ഒരു ഫേസിലേക്ക് കൊടുത്തു, ഒരു പ്ലഗിൻ്റെ ഫേസ് പോയിന്റിലേക്ക് കൊടുത്തു. അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നേരെ 2ാമത്തെ പിന്നിലേക്കും ഫേസ്. നമ്മളെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വലതുവശത്തും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്തുമാണ് വരിക ഫേസ്. അതുകൊണ്ടാണ് നമ്മൾ ഇടതുവശത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ന്യൂട്രൽ പോയിന്റ് കൊടുക്കാം. വയറിൽ നിന്ന് നേരിട്ടിട്ട് പ്ലഗ് പോയിന്റിലേക്ക് കൊടുത്തിരിക്കുകയാണ് വലതുവശത്ത്, അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്ത്. ഇവിടുന്ന് നമ്മൾ വലതുവശത്ത് ഇങ്ങനെ കൊടുത്ത്, ഈ പ്ലഗിൻ്റെയും വലതുവശത്ത് കൊടുത്ത്, ഈ പ്ലഗിൻ്റെയും വലതുവശത്ത് കൊടുത്തു. ഇനി നമുക്ക് എർത്തും കൂടിയും ഡയറക്റ്റ് അതുപോലെ കൊടുക്കാം. എർത്ത് ലൈൻ കണ്ടിട്ട് ടെൻഷൻ ആവണ്ട, സെയിം വയർ കൊണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നേരെ ഇതിൽ എർത്ത് ലൈൻ നോക്കിയിട്ട് ഈ മുകളിലെ പോയിന്റിലൂടെ ഒന്നിലൊന്നായിട്ട് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മളെ വയർ ബോർഡിൻ്റെ പരിപാടി. നേരെ ഫേസ് ലൈൻ എടുക്കുക, ഫേസ് ലൈനിൽ എത്ര സ്വിച്ച് ഉണ്ടോ അത്രയും സ്വിച്ചിലേക്ക് ഫേസ് കൊടുക്കുക. എന്നിട്ട് താഴത്തെ പോയിന്റിൽ നിന്ന് സ്വിച്ച് പ്ലഗ് പോയിന്റിൻ്റെ വലതുവശത്തായിട്ട്, അതായത് സ്വിച്ച് ബോർഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വലതുവശം,
ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്തായിട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ വയറിന്ന് ഡയറക്റ്റ് നമുക്ക് എർത്ത് പോയിന്റ് കൊടുക്കാവുന്നതാണ്. ന്യൂട്രലും എർത്ത് പോയിന്റും ഡയറക്റ്റ് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. എന്തായാലും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് 300 രൂപയ്ക്ക് ഒരു അടിപൊളി വയർ ബോർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായോ എന്നറിയില്ല, ജസ്റ്റ് നോക്കി നോക്കൂ. ഈ വയറ് നമുക്കിവിടെ ഉണ്ടായിരുന്നതാണ്. ഏകദേശം 1 മീറ്റർ, ഒരു 1.25 മീറ്ററൊക്കെ കാണും. അപ്പോൾ എന്തായാലും അതിനൊരു എക്സ്ട്രാ ഒരു 150 രൂപ 100 രൂപ ആ റേഞ്ചിൽ നമ്മൾ കാണണം. അതിൻ്റെ ക്യാഷ് ഒഴിവാക്കിയിട്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചാണ്. എല്ലാം കൂടി എനിക്കൊരു 300 രൂപയാണ് ആയത്. എന്തായാലും എല്ലാവരും അഭിപ്രായങ്ങൾ പറയട്ടോ.